കൊഴിഞ്ഞാമ്പാറയിലെ നല്ലേപ്പിള്ളിയിൽ 58-കാരനായ രാമൻകുട്ടിയെ വീടിന്റെ മുറ്റത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ദുരൂഹതകൾ നിറഞ്ഞ വഴിത്തിരിവിലേക്ക്. മകനാണ് അച്ഛനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതെങ്കിലും മൃതദേഹത്തിൽ കണ്ട പാടുകളും മറ്റ് തെളിവുകളും കൊലപാതക സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നു. സംഭവത്തിൽ രാമൻകുട്ടിയുടെ മകൻ ആദർശിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബുധനാഴ്ച രാത്രി 10 മണിയോടെയാണ് രാമൻകുട്ടി വീട്ടുമുറ്റത്ത് വീണുകിടക്കുന്നതായി ആദർശ് അയൽവാസികളെ അറിയിക്കുന്നത്. അയൽവാസിയുടെ സഹായത്തോടെ രാമൻകുട്ടിയെ വീട്ടിലെ കട്ടിലിൽ കിടത്തി. തുടർന്ന് അച്ഛൻ മരിച്ചതായി ആദർശ് ബന്ധുക്കളെ വിളിച്ചറിയിച്ചു. എന്നാൽ വീട്ടിലെത്തിയ ബന്ധുക്കളിൽ ചിലർക്ക് മൃതദേഹം കണ്ടപ്പോൾ സംശയം തോന്നി. സ്വാഭാവിക മരണമെന്ന് വരുത്തി തീർത്ത് സംസ്കാരം നടത്താനുള്ള ശ്രമം നടന്നിരുന്നതായി ആരോപണമുയർന്നു. ബന്ധുക്കളുടെ സംശയത്തെ തുടർന്ന് വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് കൊഴിഞ്ഞാമ്പാറയിലെ പോലീസ് വിവരം അറിയിച്ചു. പോലീസ് എത്തി നടത്തിയ പരിശോധനയിൽ രാമൻകുട്ടിയുടെ ശരീരത്തിൽ പല ഭാഗത്തായി മർദ്ദനമേറ്റതിന്റെ പാടുകളും രക്തക്കറയും കണ്ടെത്തി. ഇതോടെ സംഭവം ഒരു ദുരൂഹ മരണമായി മാറുകയാണെന്ന് വ്യക്തമായി. പോലീസ് ഉടൻ തന്നെ ഫോറൻസിക് വിരലടയാള വിദഗ്ധരെ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി തെളിവുകൾ ശേഖരിച്ചു. പോലീസ് കസ്റ്റഡിയിലെടുത്ത മകൻ ആദർശിനെ ചോദ്യം ചെയ്തപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. ആദർശ് മദ്യപിച്ചിരുന്നതായും രാമൻകുട്ടിക്കും മദ്യം നൽകിയിരുന്നതായും ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. അച്ഛനും മകനും മാത്രമാണ് കഴിഞ്ഞ 2 മാസമായി വീട്ടിൽ താമസിച്ചിരുന്നത്. രാമൻകുട്ടിയുടെ ഭാര്യ ചന്ദ്രിക 2 മാസം മുമ്പാണ് മരണപ്പെട്ടത്. രാമൻകുട്ടി രോഗങ്ങളാൽ ഏറെ ബുദ്ധിമുട്ടിയിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ മർദ്ദനത്തിന്റെ പാടുകൾ എങ്ങനെ ഉണ്ടായി എന്നതിനെ കുറിച്ച് ആദർശ് വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. അച്ഛന്റെ മരണം സ്വാഭാവികമായിരുന്നെങ്കിൽ എന്തിനാണ് പോലീസിൽ വിവരം അറിയിക്കാതെ രഹസ്യമായി സംസ്കരിക്കാൻ ശ്രമിച്ചത് എന്ന ചോദ്യത്തിന് ആദർശ് ഉത്തരം നൽകിയിട്ടില്ല. ഇത് സംശയങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കുന്നു. ആദർശിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. രാമൻകുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി വെള്ളിയാഴ്ച പോസ്റ്റ്മോർട്ടം നടത്തും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ മരണകാരണം സംബന്ധിച്ച് വ്യക്തമായ ഒരു നിഗമനത്തിലെത്താൻ സാധിക്കുമെന്ന് ഇൻസ്പെക്ടർ MR അരുൺകുമാർ അറിയിച്ചു. മരണകാരണം സ്ഥിരീകരിച്ചാൽ മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കൂ. രാമൻകുട്ടിയുടെ മരണത്തെ തുടർന്ന് കൊഴിഞ്ഞാമ്പാറ പോലീസിന്റെ ഒരു സംഘം വീട്ടിലെത്തി പരിശോധന നടത്തി. SI K ഷിജു, ഗ്രേഡ് SI V ജയകുമാർ, N ശരവണൻ, R ഗുരുവായൂരപ്പൻ, R രതീഷ്, V ഹരിദാസ്, K സുഭാഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഈ കേസ് ഇപ്പോൾ ഒരു കൊലപാതകം എന്ന നിലയിലാണ് പോലീസ് അന്വേഷിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ആദർശിനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ മാത്രമേ സത്യം പുറത്തു വരികയുള്ളൂ. ഒരു മകനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന ഈ ദുരൂഹ മരണം പ്രദേശത്ത് വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്.